ഗുഡ് മോർണിംഗ് ടു ഓൾ. എൻ്റെ പേര് നിമ്യ എന്നാണ്. ഞാൻ നിങ്ങൾക്ക് ട്രെയിനിങ് ടീച്ചറായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്കറിയാം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് രസതന്ത്രം അഥവാ കെമിസ്ട്രിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ രസതന്ത്രത്തിലെ പീരിയോഡിക് ടേബിൾസിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു ഇല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്നത് രസതന്ത്രത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്കാണ്. രണ്ടാം ഭാഗത്തിലെ ആദ്യത്തെ ചാപ്റ്ററിലേക്കാണ് ഞാൻ പോകുന്നത്. ചാപ്റ്റർ എന്തിനെ കുറിച്ചാണ് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവും, ഇല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ട് അതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് മാത്രമാണ് ഇന്ന് തരുന്നത്. അപ്പം നിങ്ങൾക്കറിയാം, കോമൺ ആയിട്ട് നമ്മുടെ വീട്ടിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളാണ് നമ്മൾ ആദ്യം പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഒരു നാരങ്ങ എടുക്കുകയാണ്, ഒരു തക്കാളി, വാളംപുളി, പിന്നെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന വിനാഗിരി. ഇത്രയും സാധനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ചെറിയൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ചെയ്തതും നമുക്കറിയാവുന്നതുമായ ഒരു ചെറിയൊരു പരീക്ഷണത്തിലൂടെയാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളിലും നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു ടേസ്റ്റ് എന്താ? ഒരു പുളിപ്പ് രസമാണ് അല്ലേ? ഹോട്ട് ടേസ്റ്റ് ആണ് ഇതിനുള്ളത് അല്ലേ? അല്ലെങ്കിൽ ഒരു പുളിപ്പ് രസം എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ഈ പുളിപ്പ് രസത്തിന് കാരണമായ വസ്തു എന്താണ്, അതിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതാണ് നമ്മുടെ ടോപ്പിക്? ആസിഡ്സ്. ഓക്കെ, ആസിഡ്സ്, ബേസസ്, സോൾട്ട്സ്, അതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ നെയിം. അപ്പൊ ഇനി നമ്മൾ ഇതിലെങ്ങനെയാണ് ആസിഡിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ആ ആസിഡിനെ ക്യാരക്ടറൈസ് ചെയ്യുന്ന കുറച്ച് സവിശേഷതകൾ അല്ലെങ്കിൽ ക്യാരക്ടറൈസേഷൻ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതില് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്നത് ചെറിയൊരു പരീക്ഷണത്തില് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ ചെയ്തു തന്നായിരുന്നു. എന്ത്? ലിറ്റ്മസ് പേപ്പർ വെച്ചിട്ട് ഒരു പരീക്ഷണം ഇല്ലേ? എങ്ങനെ നമ്മൾ ലിറ്റ്മസ് പേപ്പർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു? ഒരു പേപ്പറിൽ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെമ്പരത്തിപ്പൂ വെച്ചിട്ട് നമ്മൾ നല്ലപോലെ ഉരച്ച് ആ പേപ്പർ ഉണക്കിയെടുക്കുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പേപ്പർ ആയിട്ട് അത് കിട്ടും. ഇനി ലിറ്റ്മസ് പേപ്പറിൽ ഈ സബ്സ്റ്റൻസ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ഇതിന് എന്ത് മാറ്റം വരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് അതിലേക്ക് കിടക്കാം. ഇപ്പൊ ഏറ്റവും ആദ്യം നമുക്കൊരു കഷ്ണം നാരങ്ങ മുറിച്ചിട്ട് ലിറ്റ്മസ് പേപ്പറിന് എന്ത് വ്യത്യാസം വരുന്നു എന്ന് നോക്കാം. നമ്മൾ നാരങ്ങ വെച്ച് ഉരച്ചു നോക്കുകയാണ്. ഇതിന്റെ കളർ എന്തായിരുന്നു? നീലയായിരുന്നു അല്ലേ? ആ നീല കളർ നോക്കി ഏത് കളറായിട്ട് മാറി? ഒരു ചുമപ്പ് കളറായിട്ട് മാറി. ആദ്യം നമ്മൾ ഉരച്ചത് നാരങ്ങ വെച്ചിട്ടായിരുന്നു. ഇനി അടുത്തത് ഒരു കഷ്ണം തക്കാളി വെച്ച് നമുക്ക് ഉരച്ചു നോക്കാം. എന്തായി? അതും നീല ലിറ്റ്മസിനെ ചുമപ്പാക്കി മാറ്റി. അടുത്തത് എന്തായി? ഒരു കഷ്ണം പുളി വെച്ച് ഉരച്ചു നോക്കി. എന്തായാലും വ്യത്യാസം ഉണ്ടോ? നീല ചുമപ്പായി തന്നെ കണ്ടു. ഇനി അടുത്തത് വിനാഗിരിയാണ് എടുക്കുന്നത്. വിനാഗിരി വെച്ച് ഒഴിച്ചുമ്പോഴും എന്തായിട്ടാണ് കണ്ടേ? നീലയായിട്ടാണ് കണ്ടേ. കണ്ടല്ലോ, നമ്മുടെ ആസിഡ് അടങ്ങിയ പദാർത്ഥങ്ങളെ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഉരച്ചു നോക്കിയത് അല്ലെ? അപ്പൊ എന്തായി? നീല കളറിൽ ലിറ്റ്മസിന് ആദ്യം നാരങ്ങ വെച്ചു, പിന്നെ തക്കാളി വെച്ചു, പിന്നെ വാളംപുളി, വിനാഗിരി. എല്ലാത്തിലും കോമൺ ആയിട്ട് ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ ഉള്ള സബ്സ്റ്റൻസിനെ അല്ലെങ്കിൽ ഇത്തരം കളർ ചേഞ്ച്, നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റുന്ന സബ്സ്റ്റൻസുകളാണ് നമ്മൾ എന്ത് പറയുന്നത്? ആസിഡുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് 2 പരീക്ഷണങ്ങൾ കൂടി കാണിച്ചിട്ടുണ്ട്. ഇത്രയും നേരം നമ്മൾ കണ്ടത് ആസിഡുകളെ എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നൊക്കെ കണ്ടു. ഇനി നമ്മൾ ആസിഡ്സ് മെറ്റൽസുമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ആ റിയാക്ഷനെ നിന്നും പ്രൊഡ്യൂസ് ചെയ്യിക്കുന്ന പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നോക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് സിങ്ക് മെറ്റലും HCl-ഉമായിട്ടുള്ള റിയാക്ഷനിലേക്ക് ഒന്ന് നോക്കാം. ആ എക്സ്പെരിമെൻ്റ് ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ നമ്മുടെ ടെസ്റ്റ് ട്യൂബിൽ എടുത്തിരിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. അതിലേക്ക് ഇട്ടത് ഒരു കഷ്ണം സിങ്ക് മെറ്റൽ ആണ്. ഇനി എന്താണ് അവിടെ നിരീക്ഷിക്കുന്നതെന്ന് നോക്കി. ആസിഡായ ഹൈഡ്രോക്ലോറിക് ആസിഡും മെറ്റലായ സിങ്കും കൂടി അവിടെ റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് കുറച്ച് ബബിളുകൾ, വാതക തന്മാത്രകൾ അല്ലെങ്കിൽ എയർ ബബിൾസ് പുറത്തേക്ക് വരുന്നുണ്ട്.
അപ്പോൾ ആ റിയാക്ഷൻ്റെ ഫലമായി അവിടെ ഏതോ ഒരു വാതകം റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി ഇല്ലേ? ഇനി ഇവിടെയുള്ള മെറ്റൽ സിങ്കും ആസിഡ് HCl ആണ്. അപ്പോൾ നമുക്ക് റിയാക്ഷൻ എങ്ങനെ എഴുതാം? Zn+HCl gives. ഇനി എന്താണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്ത് പാർട്ടിലേക്ക് ഒരു തീപ്പെട്ടിക്കൊള്ളി കൊണ്ടുവരികയാണ്. പരീക്ഷണം വ്യക്തമായി നിരീക്ഷിക്കൂ. ഇപ്പോൾ നമ്മൾ പരീക്ഷണം കണ്ടു. ആ പരീക്ഷണത്തിൽ തീപ്പെട്ടിക്കൊള്ളി മൗത്ത് പാർട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു ശബ്ദത്തോടു കൂടി അത് കെട്ടുപോകുന്നതായിട്ട് കണ്ടു. ഈ കെട്ടുപോകുന്നതിനുള്ള കാരണം എന്തായിരുന്നെന്ന് വെച്ചാൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈഡ്രജൻ ഗ്യാസാണ്. ഇവിടെ നമ്മൾ കാണുന്നുണ്ടല്ലോ, സിങ്ക് എന്ന് പറയുന്നത് Zn+HCl, അതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് H2O എന്ന് പറയുന്ന വാതകവും ZnCl2 സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജൻ ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനുള്ള ഉദാഹരണമായിരുന്നു നമ്മൾ കണ്ട എക്സ്പീരിമെൻറ്റ്. അപ്പോൾ നമുക്ക് ജനറലായിട്ട് എന്ത് പറയാം? മെറ്റൽസുമായിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ഇവാപ്പറേറ്റ് ചെയ്യുകയും മെറ്റൽ ക്ലോറൈഡുകൾ ഉണ്ടാവുകയും ചെയ്യുമെന്ന് പറയാം. ഇതിപ്പോൾ സിങ്കിൻ്റെ കേസിലാണെങ്കിൽ, ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് മെഗ്നീഷ്യം റിബൺ ആണെങ്കിലോ അല്ലെങ്കിൽ മെഗ്നീഷ്യം മെറ്റലാണെങ്കിലോ, അപ്പോൾ സിങ്കിൻ്റെ പ്ലേസിൽ മെഗ്നീഷ്യം വരും. അപ്പോൾ നമ്മുടെ റിയാക്ഷൻ എങ്ങനെ മാറും? Mg+2HCl gives MgCl2+H2. അതായത് അവിടെയും പ്രൊഡ്യൂസ് ചെയ്യുന്നത് H2 ഗ്യാസ് തന്നെ ആയിരിക്കും. പ്രൊഡ്യൂസ് ചെയ്യുന്ന വാതക തന്മാത്രയ്ക്ക് അല്ലെങ്കിൽ ഗ്യാസ് മോളിക്യൂളായ ഹൈഡ്രജൻ അവിടെ വ്യത്യാസം വരുന്നില്ല. പകരം ZnCl2 എന്നുള്ളത് MgCl2 ആയിട്ട് മാറുന്നു. അപ്പോൾ മെഗ്നീഷ്യം ക്ലോറൈഡ് ആവുന്നു എന്ന് മാത്രം. സിങ്ക് ക്ലോറൈഡിന് പകരം പ്രൊഡ്യൂസ് ചെയ്യുന്ന വാതകം ഹൈഡ്രജൻ ഗ്യാസ് തന്നെ ആയിരിക്കും. ജനറലായിട്ട് നമുക്ക് എങ്ങനെ പറയാം? മെറ്റൽസ് റിയാക്ട് വിത്ത് HCl ടു പ്രൊഡ്യൂസ് ഓർ ദേ ഇവാപ്പറേറ്റ് ഹൈഡ്രജൻ ഗ്യാസ് എന്ന് നമുക്ക് ജനറലായിട്ട് പറയാം. അപ്പോൾ ആസിഡിൻ്റെ വേറൊരു പ്രോപ്പർട്ടി കൂടി നമ്മൾ മനസ്സിലാക്കി. അത് ലോഹ തന്മാത്ര അല്ലെങ്കിൽ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ഗ്യാസുകളെ ഇവാപ്പറേറ്റ് ചെയ്യുന്നു. ഇനി അടുത്തൊരു എക്സ്പീരിമെൻറ്റിലേക്ക് നമുക്ക് നോക്കാം. രണ്ടാമത്തെ എക്സ്പീരിമെൻ്റ് എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റുമായിട്ടുള്ള റിയാക്ഷനാണ്. കാൽസ്യം എന്ന് പറയുന്ന മെറ്റലുമായിട്ട്, കാൽസ്യത്തിൻ്റെ കാർബണേറ്റ് മെറ്റൽസുമായിട്ടാണ്. ഇവിടെ നമ്മൾ കാൽസ്യം കാർബണേറ്റിൻ്റെ മെറ്റലായിട്ട് യൂസ് ചെയ്യുന്നത് പൊതുവേ നമ്മുടെ ഈ വീട്ടിലൊക്കെ കാണുന്ന മാർബിൾസ് ഉണ്ടല്ലോ, അത് കാൽസ്യം കാർബണേറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ആ എക്സ്പീരിമെൻ്റ് എന്നൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ രണ്ടാമത്തെ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ടെസ്റ്റ് ട്യൂബ് എടുത്തു. ഇവിടെ HClഉം കാൽസ്യം കാർബണേറ്റ് അല്ലെങ്കിൽ മാർബിൾ ബേസുമായിട്ടുള്ള റിയാക്ഷനാണ് നോക്കുന്നത്. അപ്പോൾ കാൽസ്യം കാർബണേറ്റിൻ്റെ പൗഡേർഡ് ഫോമിലുള്ളതാണ് നമ്മളിവിടെ അതിന് വേണ്ടി എടുക്കുന്നത്, അല്ലെങ്കിൽ മാർബിളിൻ്റെ പൊടി. ഇനി അതിലേക്ക് HCl ആഡ് ചെയ്യണം. ഡൈല്യൂട്ട് ആയിട്ടുള്ള HCl ആസിഡ് ആഡ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ നമ്മൾ നിരീക്ഷിക്കുന്നത് നോക്കാം. കണ്ടല്ലോ, HCl ആഡ് ചെയ്യുമ്പോൾ തന്നെ കുറേ വാതക അല്ലെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസ് പുറത്തേക്ക് വരുന്നു. ഇവയെ പൂർണ്ണമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ലൈം വാട്ടറിലേക്ക് കടത്തിവിടും. ലൈം വാട്ടറിലേക്ക് കടത്തിവിടുമ്പോൾ എന്താ ഉണ്ടാകുന്ന നോക്കി. ലൈം വാട്ടറിൻ്റെ ആദ്യത്തെ നിറം ക്ലിയർ സൊല്യൂഷൻ ആയിരുന്നു അല്ലേ? ആ ക്ലിയർ സൊല്യൂഷൻ പിന്നെ എന്തായിട്ട് മാറുന്നു? വെള്ള കളറ് കൂടിക്കൂടി വരുന്നു. അത് നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം ഇവിടെ പുറത്ത് വന്ന വാതകങ്ങൾ ഏതായിരിക്കുമെന്ന് നമുക്ക് എഴുതി നോക്കാം. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ പരീക്ഷണം കണ്ടു. കാൽസ്യം കാർബണേറ്റ് തരികളും അതിനോടൊപ്പം HClഉമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെയും എന്തുണ്ടാവുന്നുണ്ട്? വാതകം പുറത്തു വരുന്നുണ്ട്.
ആ വാതകത്തെ പൂർണ്ണമായിട്ടും ലൈം വാട്ടറിലേക്ക് കടത്തിവിടുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കടത്തിവിടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ കോർക്ക് വെച്ചിട്ട് അടച്ചത്. ആ കോർക്ക് വെച്ച് അടച്ചു നോക്കുമ്പോൾ എന്തായി? ക്ലിയർ സൊല്യൂഷൻ ആയിരുന്ന ചുണ്ണാമ്പ് വെള്ളം പിന്നെ പിന്നെ മിൽക്കി കളർ അല്ലെങ്കിൽ വൈറ്റ് കളറായിട്ട് മാറുന്നതായിട്ട് നമ്മൾ കണ്ടു. ഇതിന് കാരണം എന്തായിരിക്കും എന്നുള്ളതാണ് ഇനി നമ്മൾ എഴുതി നോക്കാൻ പോകുന്നത്. അപ്പോൾ കാൽസ്യം കാർബണേറ്റിന് നമുക്ക് എന്ത് ചെയ്താം? കാൽസ്യം Ca, കാർബണേറ്റ് ആകുമ്പോൾ CO3, കാൽസ്യം കാർബണേറ്റും HCl-ഉമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ആ റിയാക്ഷൻ ഒന്ന് നമുക്ക് എഴുതി നോക്കിയാലോ? കണ്ടോ? കാൽസ്യം കാർബണേറ്റ് HCl-ഉമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ കാൽസ്യം ക്ലോറൈഡും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാകുന്നു. ഇവിടെ ആ വൈറ്റ് കളറായിട്ട് ചുണ്ണാമ്പ് വെള്ളത്തിനെ മാറ്റാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആയിരുന്നു. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു എന്ന് നമുക്ക് മനസ്സിലായല്ലോ. അതായത് മെറ്റൽ കണ്ടെയ്നിങ് കാർബണേറ്റ്സുകൾ, കാർബൺ കണ്ടെയ്നിങ് മെറ്റൽസ് ഓർ മെറ്റൽ കാർബണേറ്റ്സ്, അതാണ് ഇവിടെ കാൽസ്യം കാർബണേറ്റുകൾ. ഈ കാൽസ്യം കാർബണേറ്റുകൾ അതിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് എന്ന ഗ്യാസ് മോളിക്യൂൾസ് പുറത്തുവിടുന്നു. ആ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിനെ പുറത്തുവിട്ടതാണ് നമ്മൾ വാതകമായിട്ട് അല്ലെങ്കിൽ ഗ്യാസ് മോളിക്യൂളായിട്ട് അവിടെ കണ്ടത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മെറ്റലിൻ്റെ റിയാക്ഷൻ നമുക്ക് എങ്ങനെ ജനറലായിട്ട് പറയാം? എ മെറ്റൽ കണ്ടെയ്നിങ് കാർബണേറ്റ് റിയാക്ട് വിത്ത് HCl വിച്ച് പ്രൊഡ്യൂസ് കാർബൺ ഡൈ ഓക്സൈഡ്. അതായത് അവിടെ മെറ്റൽ തന്മാത്രകൾ HCl ആയിട്ടുള്ള ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ മനസ്സിലായി. ഒന്ന് ഏതായിരുന്നു? ഹൈഡ്രജൻ ഗ്യാസിനെ ഇവാപ്പറേറ്റ് ചെയ്യുന്നു. മെറ്റൽസ് HCl-ഉമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസിനെ ഇവാപ്പറേറ്റ് ചെയ്യുന്നു. രണ്ടാമത് നമ്മൾ കണ്ടത് എന്തായിരുന്നു? മെറ്റൽ കാർബണേറ്റുകളാണ് HCl-ഉമായിട്ട് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ അത് കാർബൺ ഡൈ ഓക്സൈഡുകളെ ഇവാപ്പറേറ്റ് ചെയ്യുന്നു. ഈ രണ്ടെണ്ണവും കണ്ടു. ഇനി ഇതിന് പുറമെ നമ്മൾ കുറച്ച് എക്സ്പീരിമെൻറ്റ്സ് സെക്ഷൻ, അതായത് ലിറ്റ്മസ് പേപ്പറുമായിട്ടുള്ള റിയാക്ഷൻ നമ്മൾ കണ്ടു. ഇതുവരെ നമ്മൾ ആസിഡിനെ കുറിച്ച് മനസ്സിലാക്കിയതിൻ്റെ ബേസിസിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു ടാസ്ക് കാർഡ് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ എത്രത്തോളം ആസിഡിനെ കുറിച്ച് മനസ്സിലാക്കിയെന്നത് അറിയാൻ വേണ്ടിയിട്ട്. ആ ടാസ്ക് കാർഡ് അടുത്തതായിട്ട് നമുക്ക് ആഡ് ചെയ്യാം ഇതിനോട് കൂടെ. അത് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരികയും വേണം. ഇത്രയും നേരം നമ്മൾ ആസിഡുകളിലെ പൊതുവായിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഈ ആസിഡുകളിൽ കോമൺ ആയിട്ടുള്ള കുറച്ച് കമ്പോണൻറ്റുകളെ കുറിച്ചിട്ടാണ്. നമുക്ക് നോർമലി അറിയാവുന്ന കുറച്ച് ആസിഡുകളാണല്ലോ, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇത്തരത്തിലുള്ള ആസിഡുകളുടെയൊക്കെ കെമിക്കൽ ഫോർമുല എഴുതാൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം അവയുടെ കെമിക്കൽ ഫോർമുലാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, HCl, ഹൈഡ്രജനും ക്ലോറിനും ചേർന്നിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. നൈട്രിക് ആസിഡ് ആകുമ്പോൾ HNO3, കാർബോണിക് ആകുമ്പോൾ H2CO3, സൾഫ്യൂരിക് ആസിഡ് ആകുമ്പോൾ H2SO4. ഇനി അതിന് പുറമെ രണ്ട് ആസിഡുകളിൽ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഫോസ്ഫോറിക് ആസിഡ് H3PO4ഉം പെർക്ലോറിക് ആസിഡ് HClPO4ഉം. ഈ ആസിഡുകളുടെ എല്ലാം നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് കോമൺ ആയിട്ടൊരു പ്രോപ്പർട്ടി കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എല്ലാത്തിലും എന്തുണ്ട്? ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, ഇല്ലേ? നോർമലി ഒരു വാട്ടർ മോളിക്യൂള് അയണൈസ് ചെയ്യാറുണ്ട്. എങ്ങനെ അയണൈസ് ചെയ്യുന്നത്? വാട്ടറിൻ്റെ കെമിക്കൽ ഫോർമുല H2O ആണ്. അത് H+ഉം OH- ആയിട്ട് മാറും. ഈ ആസിഡുകളും ഇതുപോലെ തന്നെ അയണൈസ് ചെയ്യുന്നുണ്ട്. വാട്ടറിൽ ഡിസോൾവ് ചെയ്യിക്കുമ്പോൾ അയണൈസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ HCl ആണെങ്കിൽ H+ അയണായിട്ടും Cl- അയണായിട്ടും. നമുക്കറിയാം എപ്പോഴും ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയണുകളായിട്ടാണ് അത് മാറുന്നത്. അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ HNO3 എങ്ങനെയാവും അയണൈസ് ചെയ്യുന്നുണ്ടാവുക? H+ഉം NO3-ഉം. അടുത്തത് H2SO4 ആണെങ്കിൽ, H2SO4 എന്ന് പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ്. നമുക്കറിയാം കിങ് ഓഫ് ദി സബ്സ്റ്റൻസ് ആണ്, അല്ലേ? കിങ് ഓഫ് ആസിഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട്
ഹൈഡ്രജൻ ആറ്റവും ഒരു SO4 അയോണുമായിട്ടാണ് മാറുന്നത്. കാർബോണിക് ആസിഡ് ആണെങ്കിലും അതുപോലെ തന്നെ 2H+ഉം ഒരു CO3-ഉം. അതുകൊണ്ട് തന്നെ അതിന് 2H+ ആയതുകൊണ്ട് 2- ചാർജ് വന്നു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു കമ്പോണൻ്റായിട്ട് നമുക്ക് H+ ഉണ്ടെന്ന് മനസ്സിലാക്കി. ഈ H+ അയേണുകൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വെച്ചാൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിക്കുമ്പോൾ അതിലുള്ള H+ൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടി സാധിക്കും. അതായത് നമ്മൾ പറഞ്ഞു വാട്ടർ അയണൈസ് ചെയ്യുന്നത് H+ഉം OH- ആയിട്ടാണെന്ന് പറഞ്ഞു. ആസിഡുകൾ H+ഉം Cl- ആയിട്ടും അയണൈസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആസിഡുകളിൽ H+ൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു പ്രോപ്പർട്ടി കൂടി ആസിഡിൻ്റെ പഠിച്ചു. വേറെ ഒന്നുമല്ല, ആസിഡ്സ് ആർ ദ സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയൺ ഇൻ അക്വസ് സൊല്യൂഷൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് നടക്കുന്നത്, H+ ആയിട്ട് അയേണുകളായിട്ട് മാറുന്നത്. ഇത്തരത്തിലുള്ള ഇപ്പം നമ്മൾ പരിചയപ്പെട്ട ആസിഡുകൾ, നൈട്രിക് ആസിഡ് ആയിക്കോട്ടെ, സൾഫ്യൂരിക് ആസിഡ് ആയിക്കോട്ടെ, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിക്കോട്ടെ, ഇവയിലെല്ലാം നമ്മൾ കണ്ടത് ഇതൊന്നും നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ നമ്മൾ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവയൊക്കെ സ്ട്രോങ് ആസിഡുകളാണ്. ഇത്തരത്തിലുള്ള ആസിഡുകളെ നമ്മൾ മിനറൽ ആസിഡുകൾ എന്ന് വിളിക്കും. എന്താണ്? മിനറൽ ആസിഡ്സ്. ഇനി ഇതിന് പുറമെ നമ്മൾ ഭക്ഷ്യയോഗ്യമായ ആസിഡുകളുമുണ്ട്. നമ്മൾ ക്ലാസ്സിൻ്റെ ആദ്യ ഭാഗത്തിൽ കണ്ടായിരുന്നു നാരങ്ങ, തൈര് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വിനാഗിരി, പുളി, തക്കാളി, ഇതൊക്കെ നമ്മൾ കണ്ടു. ഇതൊക്കെ നമ്മൾ ഭക്ഷ്യയോഗ്യമായ ആസിഡുകളാണ്. ഇത്തരത്തിലുള്ള ആസിഡുകളെ നമ്മൾ ഓർഗാനിക് ആസിഡ്സുകൾ എന്ന് പറയും. ഈ ഓർഗാനിക് ആസിഡുകളിൽ ആസിഡിൻ്റെ അംശം അല്ലെങ്കിൽ ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ ലോ ആയിരിക്കും. അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ നാച്ചുറൽ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാച്ചുറൽ ആസിഡ്സ്, നാച്ചുറൽ സബ്സ്റ്റൻസിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഓർഗാനിക് ആസിഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവയിലൊക്കെ അടങ്ങിയിട്ടുള്ള ആസിഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ആദ്യം പറയുന്നത് നമ്മൾ നാരങ്ങയായിരുന്നു കണ്ടത് അല്ലേ. നാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് എന്ന് പറയുന്നത് സിട്രിക് ആസിഡാണ്. എന്താണ്? സിട്രിക് ആസിഡ്. അടുത്തതാണ് തൈര്. തൈരിൽ നമ്മൾ പുളിപ്പ് രുചി ഉണ്ടാവുന്നില്ലേ, അതിന് കാരണം ലാക്റ്റിക് ആസിഡാണ്. ഓക്കെ. അടുത്തത് ടർമറൈൻ, അതായത് നമ്മുടെ പുളി, വാളംപുളിയിലുള്ളത് ടാർട്ടാറിക് ആസിഡാണ്. വിനാഗിരിയിലാണെങ്കിൽ നമ്മൾ അടങ്ങിയിട്ടുള്ളത് അസറ്റിക് ആസിഡാണ്. ഇനി നമ്മൾ കണ്ടിരുന്ന ഏതായിരുന്നു? തക്കാളി ആയിരുന്നു അല്ലേ. ആ തക്കാളിയിലുള്ളത് സിട്രിക് ആസിഡും ഉണ്ട്, അതുപോലെ തന്നെ മാലിക് ആസിഡും ഉണ്ട്. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ ആസിഡുകളുടെ പേര് കൂടി എഴുതി ചേർക്കണം. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയാണ് നോക്കുന്നത്. Okay, thank you.